അങ്ങനെ വീണ്ടും നമ്മൾ ഇന്നൊരു അടിപൊളി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഹെഡിങ് തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മുംബൈ ടു കേരള ട്രാവൽ വ്ളോഗ്, അതായത് ഫ്രം മുംബൈ എയർപോർട്ട് ടു കോഴിക്കോട് എയർപോർട്ട്. അങ്ങനെ നമ്മൾ ഒരു ചെറിയ വ്ളോഗായിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. സോ കീപ് വാച്ചിങ്. 2 ജൂലൈക്കായിരുന്നു ട്രാവൽ ഡേ. ശരിക്കും മുംബൈ ടു കേരള എന്നുള്ള വ്ളോഗ് 2 ജൂലൈക്കാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. ഷെയർ ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി എന്നുള്ളൂ. സോറി, ക്ഷമിച്ചേക്കണേ. അപ്പോൾ വൺസ് അഗൈൻ ഹലോ എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ട്രാവൽ ചെയ്യാൻ ഒരു 2-3 ദിവസം മുന്നേ ആദമിൻ്റെ ഹെയർ കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സലോണുണ്ട്. ലുക്വെൽ എന്നാണ് സലോണിൻ്റെ പേര്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ചെക്കൗട്ട് ചെയ്യാം. അത്യാവശ്യം ഹൈജീനും അതേപോലെ അഫോർഡബിൾ ആയതുകൊണ്ട് അവിടെ പോകാൻ തീരുമാനിച്ചു. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏറ്റവും ഫേമസ് സ്വീറ്റ് ഷോപ്പ്. ബോംബെ സ്വീറ്റ്സ് എല്ലാവർക്കും അറിയാലോ, ഫേമസ് ആണ്. അപ്പോൾ എന്നും നാട്ടിലേക്ക് വരുമ്പോൾ ബോംബെയിൽ നിന്ന് നാട്ടിലേക്ക് വരികയാണെങ്കിൽ സ്വീറ്റ്സ് ഇല്ലാതെ ഞാൻ വരാറില്ല. ഇപ്പോൾ കോവിഡിൻ്റെ പ്രശ്നമായതുകൊണ്ട് കാര്യമായിട്ട് ആർക്കും വേണ്ടി കൊണ്ടുവരാനൊന്നും പറ്റിയിട്ടില്ല. ജസ്റ്റ് വീട്ടിലേക്ക് വേണ്ടി കുറച്ച് സ്വീറ്റ്സ്. ഷോപ്പിൻ്റെ പുറത്തുനിന്നൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഷോപ്പിൻ്റെ പേര് A1 എന്നാണ്. ഉൽഹാസ് നഗർ എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ് ഈ ഷോപ്പ് വരുന്നത്. ഒരു ലോകമാണ് സ്വീറ്റ്സിൻ്റെ എന്നൊക്കെ പറയാം. മുംബൈയിലായിട്ട് നമ്മൾ ഫലൂദ കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാ മുംബൈക്ക് വരുന്നതെന്നൊക്കെ കേട്ടിട്ടില്ല. അപ്പോൾ ഫലൂദ എനിക്ക് ഇപ്രാവശ്യം മുംബൈ വിസിറ്റ് ചെയ്തിട്ട് തീരെ കിട്ടുന്നില്ല. അപ്പോൾ ഫോണിന് മുന്നേ എന്തായാലും കാര്യമായിട്ട് എനിക്ക് ഫലൂദ കഴിക്കണം പറഞ്ഞ് അത് കഴിച്ചു. ഷോപ്പിങ്ങും പാക്കിങ്ങും അതേപോലെ എല്ലാ കാര്യങ്ങളും തലേന്ന് തന്നെ തീർത്ത് അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ എയർപോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഓൺ ദ വേ ടു എയർപോർട്ട് സീൽസ് ആണ്. നല്ല മഴ ഉള്ളത് കൊണ്ട് മുംബൈയിൽ ട്രാഫിക് അറിയാലോ. ഒരു പ്രാവശ്യൻ്റെ ഫ്ലൈറ്റ് തന്നെ മിസ്സായിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കറക്റ്റ്ലി അൽഹംദുലില്ലാ ഓൺ ടൈം തന്നെ എത്തി. ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നായിരുന്നു ഞങ്ങളുടെ ജേർണി. അതുകൊണ്ട് കുറച്ചുകൂടി ട്രാവൽ എളുപ്പമായി എന്ന് തന്നെ പറയാം. വീട്ടിൽ നിന്ന് എയർപോർട്ടിനുള്ള ദൂരവും അതേപോലെ എയർപോർട്ടിലുള്ള സൗകര്യത്തിന് എല്ലാത്തിനും ഇൻ്റർനാഷണൽ എയർപോർട്ട് തന്നെയാണ് ഒന്നും കൂടെ ബെറ്റർ. 2 ദിവസം മുന്നേ ഞങ്ങൾ ജസ്റ്റ് ഒരു RT-PCR ടെസ്റ്റ് എടുത്തു. 2 പേർക്കും മാൻഡേറ്ററി ആയിരുന്നു. 72 hours ആയിരുന്നു റിപ്പോർട്ടിൻ്റെ വാലിഡിറ്റി. അപ്പോൾ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഛത്രപതി ശിവാജി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ടെർമിനൽ 2 ആണ് ഈ എയർപോർട്ട് വരുന്നത്. GVK ഹോൾഡിങ്സിൻ്റെ അണ്ടറിലാണ് ഈ എയർപോർട്ട്. ട്രാവൽ റൂൾസൊക്കെ ഇപ്പോൾ എങ്ങനെയൊന്നും അറിയില്ല. പക്ഷേ അന്ന് ഗേറ്റിൽ ജസ്റ്റ് അവർ നമ്മളെ ഫോണിൽ ആരോഗ്യ സേതു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തു. അതേപോലെ ബോർഡിംഗ് പാസ് കിട്ടുന്നതിന് മുന്നേ നമ്മൾ ഓൺലൈനിൽ വെബ് ചെക്ക് ഇൻ ചെയ്യുന്നത് മാൻഡേറ്ററി ആണ്. അത് ചെയ്തില്ലെങ്കിൽ അവർ 250 rupees പെർ ഹെഡാണ് ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞതുപോലെ അപ്പം തന്നെ നമ്മൾ വെബ് ചെക്ക് ഇൻ ഓൺലൈൻ ചെയ്തു. പിന്നെ വേറെ വല്ല കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എയർപോർട്ട് അത്യാവശ്യം ഫ്രീ തന്നെയായിരുന്നു. വല്ലാതെ ക്രൗഡഡ് ഒന്നും അല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ബോർഡിംഗ് പാസ് കിട്ടിയതിന് ശേഷം നേരെ സെക്യൂരിറ്റി ചെക്കിൻക്കാണ് പോയത്. സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞതിന് ശേഷം എയർപോർട്ടിൽ ഇങ്ങനെ ഫ്രീ ബഗ്ഗീസ് ഉണ്ടാവും. നമ്മളെ ഫസ്റ്റ് അവർ പ്രിവിലേജ്ഡ് ആൾക്കാരെ നോക്കുക, സീനിയർ സിറ്റിസൺ അതേപോലെ കുട്ടികളെ എടുത്ത് പോകുന്നവരൊക്കെ അവർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എൻ്റെ കയ്യിൽ അത്യാവശ്യം കുറച്ച് ഹാൻഡ് ക്യാരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിതാണ് ഓപ്റ്റ് ചെയ്തത്. കാരണം ഗേറ്റ് അത്യാവശ്യം ദൂരമായിരുന്നു. 42 നമ്പറായിരുന്നു ഞങ്ങളെ ഗേറ്റ്, 42A or B സംതിങ്. അങ്ങനെ ചെറിയൊരു ബഗ്ഗി റൈഡ് ആദമും എൻജോയ് ചെയ്തു.
എന്നും മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഉൾഭാഗം ഷൂട്ട് ചെയ്യാൻ കിട്ടാറുണ്ടായിരുന്നില്ല. ബഗ്ഗി റൈഡ് ചെയ്യുമ്പോൾ പിന്നെ അത് എളുപ്പമാണല്ലോ. അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെല്ലാവരും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇതാണ് ഉള്ളിലത്തെ വ്യൂ. ശരിക്കും അറൈവൽസിൻ്റെ ഏരിയ ഇതിലേറെ ഭംഗിയാണ്. കാരണം അവിടെ നമ്മൾ ഇന്ത്യയിലുള്ള ഓരോ സ്റ്റേറ്റ്സിൻ്റെ ഓരോ സ്പെഷ്യാലിറ്റീസും അതേപോലെ ഇവിടുത്തെ ഓരോ ട്രഡീഷൻസും എല്ലാം എൻഗ്രേവ് ചെയ്ത് കാവ് ചെയ്തിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ് അത് കാണാൻ. ശരിക്കും അത് ഷൂട്ട് ചെയ്യേണ്ടത് ഒരു സംഭവം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഗേറ്റിൻ്റെ അടുത്ത് എത്തി. ഇതാണ് ഗേറ്റിൻ്റെ അടുത്തുള്ള കുറച്ച് ഷോപ്സ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഗേറ്റിൻ്റെ അടുത്ത് എത്തി. ഞങ്ങൾ ചെക്കിങ് സ്റ്റാർട്ടായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് അടിപൊളി വ്യൂ കണ്ടപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് സീൻസ് ഷൂട്ട് ചെയ്തു എന്നുള്ളൂ. അത്യാവശ്യം ടൈം ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും കോവിഡ് ആയതുകൊണ്ട് വിട്ടിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ നമ്മളും അകലം പാലിച്ചിട്ട് തന്നെയായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. ഷോർട്ട് ജേർണി ആയതുകൊണ്ട് ഇൻഡിഗോയിൽ മീൽസ് പൊതുവേ പ്രൊവൈഡ് ചെയ്യാറില്ല. പിന്നെ നമ്മളും ബുക്ക് ചെയ്യാനൊന്നും നിന്നില്ല. കാരണം ഏറിപ്പോയ 1.5 മണിക്കൂർ ഫ്ലൈറ്റാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് എത്തുകയും ചെയ്യും. പിന്നെ അങ്ങനത്തെ ഒരു ടൈമായിരുന്നു ട്രാവൽ ചെയ്തത്. കാരണം ഞങ്ങളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് 10:40 ലാൻഡ് ചെയ്യുന്നത് 12:55 ആയിരുന്നു. അപ്പോൾ ഇറങ്ങിയ ശേഷമാണ് നമുക്ക് ലഞ്ച് ചെയ്യണ ഒരു ടൈം വരുന്നത്. അതുകൊണ്ട് മീൽസ് ഒന്നും ബുക്ക് ചെയ്യണ ആവശ്യം വന്നില്ല. ആദ്യമിന് വിൻഡോ സീറ്റ് കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി. അപ്പോൾ അവന് വ്യൂ എൻജോയ് ചെയ്തു. ഞങ്ങളുടെ അടുത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഒരുവിധം ഫ്ലൈറ്റ് എംപ്റ്റി തന്നെയായിരുന്നു. അതേപോലെ യാത്ര അൽഹംദുലില്ലാ സുഖം തന്നെയായിരുന്നു. ഞങ്ങൾ കൺവെയർ ബെൽറ്റിൻ്റെ അടുത്ത് എത്തി. ഞങ്ങളെ ലഗേജൊക്കെ കിട്ടി. അതേപോലെ ഈ 2 കാണുന്ന ഫോംസ് ആയിരുന്നു മാത്രം ഞങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടി വന്നത് അവിടെ എത്തിയിട്ട്. കോഴിക്കോട് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ട് അതേപോലെ ഈ 2 ഫോംസാണ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്നത്. അധികം ടൈമൊന്നും എടുത്തില്ല. പെട്ടെന്ന് തന്നെയായിരുന്നു കാര്യങ്ങൾ നടന്നത്. ഒരു അങ്കിളായിരുന്നു, എൻ്റെ ഒരു മാമനായിരുന്നു പിക്ക് ചെയ്യാൻ വന്നത് ഞങ്ങളെ. ഈ സീൻസ് പ്രത്യേകിച്ച് പെരിന്തൽമണ്ണക്കാരായ പ്രവാസികൾക്ക് വേണ്ടിയാണ്. അവർക്ക് ഈ സീൻസ് കണ്ടിട്ട് കുറച്ചെങ്കിലും സന്തോഷം കിട്ടും. അങ്ങനെ ഫൈനലി ഞങ്ങൾ ട്രാവൽ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ശരിക്കും എത്തിയിട്ട് അത്യാവശ്യം 1 മാസം ആവാനായി. എന്നാലും അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയതിന് സോറി. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. എത്തുമ്പോഴത്തേക്കും ഒരു 2:30 ടൈമിലാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ കൊച്ചു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മുംബൈ ടു കോഴിക്കോട് എന്നുള്ള ചെറിയൊരു ട്രാവൽ വ്ളോഗ്. എന്നെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ നാട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഫോളോ ചെയ്യാത്തവർ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് കാണാം. സോ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്. ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു. ബൈ ബൈ.